കോഡിങ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പലരും അത് ഭയങ്കര ടഫായിട്ടാണ് കാണുക. അപ്പോൾ ഞാനും ഒരു ബിടെക് പഠിക്കുന്ന സമയത്ത് +2 ബയോളജി കഴിഞ്ഞ് വന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം കൂടിയാണ്, അയ്യോ കോഡിങ് എന്നുള്ളത് നമ്മളെ കൊണ്ട് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ പറയും. പക്ഷേ നിവൃത്തിയില്ല. ബിടെക് കഴിഞ്ഞപ്പോൾ നമ്മൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ ടെക് ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴാണ് ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായത്. പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒരുപാട് ഒരുപാട് തിയറി നോളജിൻ്റെ ഒന്നിന് ആവശ്യമില്ലാതെ വളരെ ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രോഗ്രാമിംഗ് എന്ന് മനസ്സിലായത്. അതിൻ്റെ മെയിനൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ബേസിക്കായിട്ട് ഇംഗ്ലീഷ്, അതായത് റീഡ് റൈറ്റിംഗ് സ്കില്ല് ഇംഗ്ലീഷിലുണ്ടെങ്കിൽ, അതേപോലെ ബേസിക് മാത്തമാറ്റിക് ഓപ്പറേഷന്, അതായത് അഡീഷന്, സബ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷന്, ഒരു പെർസെൻറ്റേജ് ആണ്, ഇത്തരം ഓപ്പറേഷൻസൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ എഞ്ചിനീയറിംഗ് ഫീൽഡാണ് ഈ ഡെവലപ്മെൻറ്റിലെ കോഡിംഗ് എന്നുള്ളത്. നമ്മളുടെ നേരിട്ടുള്ള വർക്ക്ഷോപ്പിൽ വരുന്ന കുട്ടികളോട് ഇത് ഭയങ്കര ഈസിയാന്ന് പറയുമ്പോൾ, കോഡിംഗ് ഭയങ്കര ഈസിയാന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അത് അംഗീകരിക്കാൻ പറ്റും. എന്നുവെച്ചാൽ അവർക്ക് ആ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അവർ ആ രീതിയിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ വർക്ക്ഷോപ്പ് കോസ്റ്റ്ലി ആയതുകൊണ്ടും അതുപോലെ നമ്മുടെ സീറ്റ്സൊക്കെ ലിമിറ്റഡ് ആയതുകൊണ്ടും എല്ലാവർക്കും നമുക്ക് ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ഇത് എല്ലാവരിലോട്ടും എത്തിക്കണം. ഇവിടെ ടെക് ഫീൽഡിലാണ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ചലഞ്ച് ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് 100K കോഡിംഗ് ചലഞ്ച് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്നുള്ളത് സിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്താ വെച്ചാൽ എല്ലാ പ്രോഗ്രാമിങ്ങിൻ്റെയും ഇന്നുള്ള എല്ലാ ലാംഗ്വേജുകളുടെയും ബേസ് ലാംഗ്വേജ് ആയിട്ട് സി ആണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ലിനക്സ് OS, ആൻഡ്രോയിഡ് OS, നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് OS, ഐഫോൺ, ഇതിൻ്റെയൊക്കെ ബേസ് സി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് ലൈബ്രറീസും ഒരുപാട് കോഡക്കുകൾ, അങ്ങനെയുള്ള പ്രോട്ടോകോൾസൊക്കെ ബേസ് ആയിട്ട് ലാംഗ്വേജ് സി ആയതുകൊണ്ട് തന്നെ ഇന്നും സിയുടെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ പഠിക്കുമ്പോൾ ഏറ്റവും നല്ലത് സി എന്നുള്ള ലാംഗ്വേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ഡാറ്റ ടൈപ്സും കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സി എന്നുള്ള ലാംഗ്വേജ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിയിലെ വളരെ ബേസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ഊപ്സിലോട്ട് കയറുമ്പോൾ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ജാവ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജാവയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നല്ല രീതിയിൽ പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ജാവ വെച്ചിട്ടായിരിക്കും ഊപ്സ് പഠിക്കുക. ഇങ്ങനെ ഈ 2 ലാംഗ്വേജാണ് ഈ 10 days കൊണ്ട് നമ്മൾ കവർ ചെയ്യുക. ഇതിന് യൂസ് ചെയ്യുന്ന IDE എന്നുള്ളത് എക്ലിപ്സ് IDE ആണ്. അതൊക്കെ നമ്മൾ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ഓരോ OSലെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ട്യൂട്ടോറിയലായിട്ട് തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു 10 ദിവസം നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 ലാംഗ്വേജിനും നല്ല റിസൾട്ട് ഒക്കെ ഉണ്ടാക്കാം. +2 ബയോളജി കഴിഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് പ്രോഗ്രാമിംഗ് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ലോജിക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോഡിംഗ് പഠിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ മറ്റ് ഫീൽഡിൽ നിന്ന് ടെക്നിക്കൽ ഫീൽഡിലോട്ട് എങ്ങനെ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ടെക്നോളജി അല്ലെങ്കിൽ BTech ഇല്ല, അല്ലെങ്കിൽ MCA ഇല്ല, ഞാൻ ആർട്സ് ഡിഗ്രിയാണ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ടെക് ഫീൽഡിലോട്ട് കടക്കാൻ പറ്റുമോ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ നമുക്കറിയാം. നമ്മുടെ വർക്ക്ഷോപ്പിൽ ഓൾറെഡി അങ്ങനെ ആൾക്കാരൊക്കെ വരാറുണ്ട്. പിന്നെ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ പുതിയ ടെക്നോളജീസ് പഠിക്കാൻ, ഇപ്പോൾ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ AR, വെബ് ഡെവലപ്മെൻറ്റ്, മൊബൈൽ ഡെവലപ്മെൻ്റ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ബേസിക് കോഡിങ് സെറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത്. ഈ ഒരു 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ടെക്നോളജി എല്ലാ ഫീൽഡിലും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാനായാലും ട്രാവൽ ചെയ്യാനൊക്കെ നോക്കിയാലും എല്ലാം നമ്മളെന്താണ് സ്വിഗ്ഗി അല്ലെങ്കിൽ ഊബർ, ഓല, അങ്ങനെയുള്ള കാര്യങ്ങൾ ആപ്പുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് സിറ്റികളിലൊക്കെ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഗ്രാമങ്ങളിലോട്ട് അത് വരികയാണ്. അപ്പോൾ അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ യൂസേജ്, ഇൻ്റർനെറ്റ് എല്ലായിടത്തും ഫ്രീ ആവാൻ പോവുകയാണ്. അപ്പോൾ ടെക്നോളജിയുടെ ഗ്രോത്ത് ഇനി അങ്ങോട്ട് ഭയങ്കര ഫാസ്റ്റായിരിക്കും, ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ടെക്നിക്കൽ ബേസ് ചെയ്തിട്ടുള്ള, ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ്റെ ആവശ്യം ഉണ്ടാവും. അവിടെ ഇവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ്. ഈ ഓപ്പർച്യൂണിറ്റീസിലൊക്കെ പാട്ടാവാനുള്ള ഒരു അവസരമാണ് ഈ ഒരു കോഡിംഗ് ചലഞ്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ 100K.live എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. November 20th കാണാം.